എന്താ ഡോക്ടർ, എന്ത് പറ്റി? ഞാൻ ഇപ്പോഴൊന്ന് പുറത്തേക്ക് പോയതേ ഉള്ളൂ. പറയൂ ഡോക്ടർ, വല്ല അപകടവും? ഒന്നുമില്ല, ഒരു തളർച്ച, ഉടനെ മാറും. ഞാൻ നേഴ്സിനെ ഇപ്പം കൂടെ പറഞ്ഞേക്കും. നല്ല ആളാണ്. ഇവിടാണ് ഉറങ്ങാൻ കണ്ട സ്ഥലം. ഞാനൊരു കത്തെഴുതാൻ വന്നതാ, ആലോചിച്ചിരുന്നു ഉറങ്ങിപ്പോയി. അങ്ങനിൽ നിന്നും എന്തോ മറയ്ക്കുന്നു. കുറെ നാളായി ഞാനത് ശ്രദ്ധിക്കുന്നു. ചോദിച്ച് വിഷമിപ്പിക്കണ്ടെന്ന് കരുതി ചോദിച്ചില്ല. പക്ഷേ എത്ര നാളത് കഴിയും? ഒന്നുമില്ല, ഈയിടെ ജോലി അല്പം കൂടുതലാണ്. അല്ല, അതൊന്നുമല്ല, മറ്റെന്തോ ഉണ്ട്. വരൂ, പോയി കിടന്നു. എനിക്കല്പം രാഷ്ട്രീയം പഠിച്ചാൽ കൊള്ളാമെന്നുണ്ട്. രാഷ്ട്രീയം? അതെ. അങ്ങനെ നേർവഴിക്ക് വരട്ടെ. അല്ല, ഞാൻ ഇവിടെ ഇരുന്നാട്ടെ. എല്ലാം ഞാൻ ഹരിശ്രീ മുതൽ പഠിപ്പിച്ചു. അതെ, അതായത് അപ്പോഴേ നേതാവേ, പത്രത്തിന് എന്തുണ്ട് വിശേഷം? നമ്മുടെ രാജ്യം ആകെ കുട്ടിച്ചോറായിരിക്കുകയാണ് കുട്ടമ്പിള്ളി. നമ്മുടെ ജനങ്ങൾ ഇനിയും രാഷ്ട്രീയമായി വളരെയേറെ വളരേണ്ടിയിരിക്കുന്നു. എങ്കിൽ മാത്രമേ നാം വിഭാവനം ചെയ്ത ഒരു സോഷ്യലിസ്റ്റ് വ്യവസ്ഥിതി നമ്മുടെ രാജ്യത്ത് സംജാതമാകും. അത് പോകട്ടെ, ജാതകഫലം എങ്ങനെയുണ്ട്? അതൊന്നും വിശ്വസിക്കരുത്, 100% കളവാ. ചിലപ്പോ ശരിയായത്. എവിടെ ശരിയാകാൻ? നോക്കട്ടെ. ആട്ടെ, നേതാവിന്റെ നാളെ ഏതാണ്? മൂലം. മുഖത്തിന്റെ കാര്യമല്ല ചോദിച്ചത്, നാളാ. അതെ, അതും മൂലമാ. അശ്വതി, ഭരണി, രോഹിണി. മൂലം. മൂലത്തിൽ പലതും സംഭവിക്കും. ധനനഷ്ടം, മാനഹാനി, കുടുംബഛിദ്രം, തെരുവ് കണ്ടൽ, ഇതെല്ലാം സംഭവിക്കണം. സംശയമില്ല. എന്തോന്ന് ജാതകവര? ഞാനിതിലൊന്നും വിശ്വസിക്കുന്നു. എന്നാലേ നേതാവ് അങ്ങ് വിശ്വസിച്ചേ. ഇന്നതാ ഡിസ്ചാർജ്. എന്റെ പൊന്നു കുട്ടേട്ട, ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കഴിയുന്നവരെങ്കിലും എന്നെ ഇതിനകത്ത് കിടത്തിയേക്കണേ. എന്റെ വയറ്റിന് വകയില്ലാത്തത് കൊണ്ടാണ്. കുട്ടേട്ട, ഇവിടെ തന്നെ കിടത്തിയാലേ പഞ്ചായത്ത് ഇലക്ഷൻ മുമ്പ് സർക്കാർ ആസ്പത്രി കൂട്ടേണ്ടി വരും. നീ എല്ലാം സൂക്ഷിച്ചോ. ഇന്നല്ലെങ്കിൽ നാളെ ഞാൻ മന്ത്രിയായി തിരിച്ചു വരും. അന്നേരം തിന്നെ ഞാൻ കണ്ടോളാം. ഞാൻ പറഞ്ഞിട്ടില്ലേ ഡോക്ടറെ കാണുമ്പോൾ രോഗി എഴുന്നേറ്റിട്ട് ആവശ്യമില്ലാന്ന്? ഇന്നെങ്ങനെ ഇരിക്കുന്നു? നല്ല ഉത്സാഹം തോന്നുന്നു. രാവിലെ എന്ത് കഴിച്ചു? ഒന്നും കഴിച്ചില്ല. അച്ഛൻ എന്തെങ്കിലും കഴിച്ചോ? കഴിഞ്ഞ ദിവസം ഞാൻ പുറത്തു പോയിരുന്നപ്പോഴാ ഇവർക്ക് അസുഖം കൂടിയ. അതുകൊണ്ടാണ് ഇന്ന് ഇവിടെ തന്നെ ഇരുന്നത്. നല്ല കാര്യമായി. എന്നാ വേഗമാകട്ടെ, മടങ്ങി വരുന്നത് വരെ ഞാൻ ഇവിടെ ഇരിക്കാം. വല്ല അർജന്റ് കേസ് വന്നാലും നഴ്സിനെ കൂടെ ഇരുത്തിയിട്ട് ഞാൻ പോകും. എന്നാലും അങ്ങനെ ആവട്ടെ. Yes, what can I do for you? എന്താ പ്രശ്നം ഇങ്ങനെ നോക്കുന്നേ? എന്താ ഇങ്ങനെ ചിരിക്കുന്നേ? നമ്മൾ ആദ്യം കണ്ടത് ഓർമ്മയുണ്ട്, ലാബറട്ടറിയിൽ വെച്ച്. ഒന്നുമില്ല.
ഇന്ന് അവധി ദിവസമല്ലേ? അതെ. Seems you are a very keen student. Thank you. Sorry for the trouble. Oh, it's all right. എന്താ ഒന്നും മിണ്ടാത്തത്? എന്താ? ആദ്യമേ കണ്ട ദിവസം ഓർമ്മയുണ്ട്. അന്ന് ഞാൻ ഉറങ്ങിയില്ല. ഞാൻ പ്രഭേ, ഞാൻ ജർമ്മനിക്ക് എഴുതിയിട്ടുണ്ട്. എന്റെ പ്രൊഫസറുടെ അഭിപ്രായം അറിയാം. അദ്ദേഹം ചിലപ്പോൾ മരുന്നുകൾ കഴിച്ചിരുന്നു. എന്തിനാ ബാലേട്ട എന്നെ ഭേദപ്പെടുത്തുന്ന കാര്യത്തെക്കുറിച്ച് പറയുമ്പോഴാണ് ഞാൻ മരണത്തെ പറ്റി ഓർത്തു പോകുന്നത്. പ്ലീസ് പ്രഭേ, ബി ഓപ്റ്റിമിസ്റ്റിക്. ഞാൻ പറയുന്നത് വിശ്വസിക്കൂ, എനിക്ക് വേണ്ടിയെങ്കിലും. ഡോക്ടർ, 24 നമ്പർ ബെഡിലെ പേഷ്യന്റിന് അല്പം കൂടുതലാ. ഞാൻ ഇപ്പൊ വരാൻ പറ്റും. സിസ്റ്റർ, ഞാൻ വരുന്നവരെ ഇവിടെ തന്നെ ഉണ്ടാവണം. ഡോക്ടർ ബാലകൃഷ്ണന് നേരത്തെ പരിചയമുണ്ടോ? വല്ല ബന്ധവുമുണ്ടോ? ഇല്ല. പിന്നെ അല്പനേരം തനിച്ചിരുന്നാ കൊള്ളാവുന്നുണ്ട്. വിരോധമില്ലെങ്കിൽ. ഡോക്ടർ പറഞ്ഞിട്ടാണ് ഞാനിവിടെ നിന്നത്. ആ സിസ്റ്റർ നോക്കായിരുന്നു. ഞാൻ പറഞ്ഞു വിട്ടേ. അത് വേണ്ടായിരുന്നു. പ്രഭ തനിച്ച് എനിക്ക് കഴിഞ്ഞുപോയ നല്ല നാളുകളെ കുറിച്ച് ഓർക്കണമെന്ന് തോന്നി. ആ, ഇപ്പോഴെങ്കിലും സുഖമുള്ള കാര്യങ്ങളെ പറ്റി ഓർക്കാൻ തുടങ്ങിയല്ലോ. ഞാൻ ജയിച്ചു. അസുഖം മാറുമെന്നുള്ളതിന്റെ മുന്നോടിയാണ് ഈ ചിന്ത. അന്ന് ബാലേട്ടൻ പാടിയ പാട്ട് എന്നെ പറ്റിയായിരുന്നു. എന്ന് പാടിയത്? ഞാൻ അവസാനമായി കേട്ട പാട്ട് കോളേജ് വാർഷികത്തിന്. അത് ഒരു സ്ത്രീയുടെ സൗന്ദര്യത്തെ പറ്റിയുള്ള വർണ്ണന മാത്രമായിരുന്നു. എന്റെ ഹൃദയത്തിൽ പ്രഭയ്ക്കുണ്ടായിരുന്ന സ്ഥാനം അതിലെത്രയോ ഉപരിയായിരുന്നു. എന്താ പ്രഭ കണ്ണു നിറഞ്ഞത്? സന്തോഷം കൊണ്ട്. സത്യമാണ്. നീ അറിയുന്നില്ല, നിന്നെ നഷ്ടപ്പെട്ടപ്പോൾ എന്റെ ഹൃദയത്തിൽ ഉയർന്ന കൊടുങ്കാറ്റ് കെട്ടിടങ്ങാൻ വർഷങ്ങളോളം വേണ്ടി വന്നു. എന്റെ ജീവിതം എന്നെ ബാലേട്ടന് ദാമ്പത്യ ജീവിതത്തിൽ സന്തോഷം കൈവരുത്താൻ കഴിഞ്ഞല്ലോ. അത് മാത്രമാണ് എനിക്കൊരു സമാധാനം. അതും കൂടി ഇല്ലായിരുന്നുവെങ്കിൽ. ആട്ടെ, ശാന്തിക്ക് എന്നെ പറ്റി വല്ലതും അറിയാമോ? ഇല്ല. വിവാഹം കഴിക്കാൻ പോലും എനിക്ക് ഭയമായിരുന്നു. ഒരു പുതുമണവാട്ടിയുടെ പ്രതീക്ഷകളും മോഹങ്ങളും സാക്ഷാത്കരിക്കാൻ എനിക്ക് സാധിക്കുമെന്ന് വിശ്വാസമില്ലായിരുന്നു. എന്നിട്ടുണ്ടോ ആ വിവാഹം അങ്ങ് നടന്നു. പ്രഥമ രാത്രിയിൽ തന്നെ എല്ലാം തുറന്നു പറയണമെന്ന് കരുതിയതാണ്. പക്ഷേ എന്തോ എന്റെ മനോവ്യഥ മറ്റാരുമായി പങ്കിടാൻ എനിക്ക് കഴിഞ്ഞില്ല. ശാന്തിക്ക് ഇപ്പോഴും ഒന്നും അറിഞ്ഞില്ല. നല്ലത്. ശാന്തിയും മോളെയും കാണാൻ എനിക്ക് മോഹമുണ്ട്. ഭയപ്പാടില്ലാതെ അവരുടെ മുഖത്ത് നോക്കാമല്ലോ. പ്രഭമോളെ എനിക്കൊന്ന് കാണണം. ഒരു ദിവസം ബാലേട്ടൻ കൂട്ടിക്കൊണ്ടുവരും. എന്റെ ബാലേട്ടന്റെ മോളുടെ കവിളത്ത് എനിക്കൊരു ഉമ്മ വയ്ക്കാം. വരട്ടെ. പ്രഭയുടെ അസുഖം അല്പം കൂടി മാറട്ടെ. ഇനി മാറുന്നത് എല്ലാ രോഗങ്ങളും ഒരുമിച്ചായിരിക്കും. പ്രഭേ, വന്നിരിക്കുന്നത് ഞാൻ ഉറക്കെ പറഞ്ഞേ ഉള്ളൂ. തെറ്റാണെങ്കിൽ ക്ഷമിക്കൂ. ഈ ചിന്ത ഉള്ളിടത്തോളം കാലം ഞാൻ തോൽക്കും. ബാലേട്ടൻ എന്നെ ജയിച്ചു കഴിഞ്ഞു. ബാലേട്ട, നാം അവസാനം കണ്ട ദിവസം ഓർമ്മയുണ്ടോ? മറക്കാൻ കഴിയൂ? പരീക്ഷ കഴിഞ്ഞപ്പോൾ ആരും അറിയാതെ ഒരു ദിവസം കന്യാകുമാരി പോണമെന്ന് പറഞ്ഞത് ഞാനായിരുന്നു. ബാലേട്ടന് പേടിയായിരുന്നു. ആരെങ്കിലും അറിഞ്ഞാൽ എനിക്ക് ചീത്തപ്പേരുണ്ടാകുമോ. അപ്പോഴും
ബാലേട്ടൻ സ്വന്തം കാര്യത്തെ പറ്റി ചിന്തിച്ചതേ ഇല്ല. ഒടുവിൽ ഞാൻ എന്ത് നിർബന്ധിച്ചിട്ടാ ബാലേട്ടൻ സമ്മതിച്ചത്? ശരിയാണ്. പക്ഷെ സമ്മതിച്ചു കഴിഞ്ഞപ്പോ ഞാൻ എല്ലാം മറന്നുപോയി. സന്തോഷം കൊണ്ട് ഞാൻ തുള്ളിച്ചാടി. രാത്രി ഞാൻ ഉറങ്ങിയില്ല. സ്വപ്നങ്ങളായിരുന്നു. സപ്തവർണ്ണങ്ങളിൽ മുഖ്യ സ്വപ്നങ്ങൾ. എന്നിട്ട് ഞാൻ ചതിച്ചു. പുറപ്പെടാൻ വേണ്ടി തയ്യാറാകുമ്പോഴാണ് അച്ഛൻ ഹോസ്റ്റലിൽ വന്ന് കയറിയത്. ഉടനെ വീട്ടിൽ പോകണമെന്നായി. എനിക്കെന്ത് ചെയ്യാൻ കഴിയുമായിരുന്നു? പലതും പറഞ്ഞു നോക്കി. ആര് കേൾക്കാൻ? കാരണം പോലും പറയാതെയാണ് കൂട്ടിക്കൊണ്ടുപോയത്. എടി, നിന്നോട് ഞാൻ അഭിപ്രായം ഒന്നും ചോദിച്ചില്ല. ഞാൻ ഉറപ്പിച്ചാൽ ഉറപ്പിച്ചതാണ്. എനിക്ക് പഠിക്കണോ അച്ഛാ? ഇനിയും 3 വർഷം കൂടിയല്ലേ ഉള്ളൂ. ഒരു MBBS ഡിഗ്രി കിട്ടും. അപ്പോഴേക്ക് ഈ തറവാട് മുഴുവൻ തീരെഴുതി കഴിയും. എന്നെ മെഡിക്കൽ കോളേജിൽ ചേർത്തപ്പോ അച്ഛനത് ആലോചിച്ചൂടായിരുന്നോ? ഓ, അച്ഛന്റെ കുറ്റം കണ്ടുപിടിക്കാൻ വന്നിരിക്കണം. അതിന് ഞാൻ എന്ത് പറഞ്ഞു? ഒന്നും പറയണ്ടെന്നാ ഞാൻ പറഞ്ഞത്. നീ 10 ജന്മം ഡോക്ടറായിരുന്നാൽ ഉണ്ടാക്കാവുന്നതിനേക്കാൾ കൂടുതൽ പണം ഇപ്പോൾ തന്നെ അയാൾക്കുണ്ടാകും. ജീവിക്കാൻ പണം മാത്രം മതിയോ അച്ഛാ? അയാൾക്ക് മറ്റെന്തില്ലെന്നാ നീ പറയുന്നത്? അയാൾ ഒരാണല്ലേ? കാണാൻ കൊള്ളുന്നില്ലേ? ഒരു 10 വയസ്സിന് മൂപ്പ് വരും. ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ അത് പാടില്ലേ? അച്ഛൻ എന്നെ നിർബന്ധിക്കരുത്. നിർബന്ധിക്കും. ഞാനത് നടത്തുകയും ചെയ്യും. അച്ഛൻ എന്നോട് അല്പമെങ്കിലും സ്നേഹമുണ്ടെങ്കിൽ. സ്നേഹമില്ലാഞ്ഞിട്ടാണോ നാട്ടുകാർ മുഴുവൻ വലവീശി നടന്ന ഒരുത്തനെ ഭഗീരഥ പ്രയത്നം ചെയ്ത്? എനിക്ക് വേണ്ടി അത് വേണ്ടായിരുന്നു അച്ഛാ. എന്തുകൊണ്ടെന്ന് കൂടി പറ. ഞാൻ മറ്റൊരാളെ സ്നേഹിക്കുന്നു. എടി, എന്റെ മുഖത്ത് നോക്കി, നിന്റെ അച്ഛന്റെ മുഖത്ത് നോക്കി. കുടുംബത്തിൽ പറഞ്ഞ പെമ്പിള്ളേർ പറയാൻ പാടില്ലാത്തത് വിവരമുള്ളവർ പറഞ്ഞു കോളേജിൽ അയക്കരുത്. അത് ഞാൻ കേട്ടില്ല. അതിന് പകരം ഇന്ന് ഞാൻ കേട്ടു. ഇനി ഒരാഴ്ച, അത് കഴിഞ്ഞാൽ നീ നാടിനപ്പുറത്ത്. I am proud to introduce my wife, Mrs. Prabha Menon, freshly imported from India. We drink for the health, wealth and prosperity of the newly married couple. Come on, darling. You fool! Take it easy, Mr. Menon. Just have another glass. നീ എന്താ തയ്യാറായി? എനിക്ക് നല്ല സുഖമില്ല. എന്താ അസുഖം? എന്തോ വല്ലാതെ. ഒരു വല്ലാതെയുമില്ല, മനഃപൂർവ്വമാണ്. ഭാര്യ എന്ന് പറഞ്ഞ് വീട്ടമച്ച മഞ്ഞിരുന്നിട്ട് കാര്യമില്ല. അതൊക്കെ തറവാട്ട്. ഇത് അന്യരാജ്യമാണ്. ഞാനിവിടെ വന്നത് 10 കാശുണ്ടാക്കാനാണ്, സുഖമായി ജീവിക്കാനാണ്. ഇതൊന്നും വേണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. അതുകൊണ്ട് കാര്യമായില്ലല്ലോ. ഞാനൊരു ബിസിനസ്മാനാണ്. ചിലപ്പോഴൊക്കെ ഗെറ്റുകളും പാർട്ടിക്കൊക്കെ പോകേണ്ടി വരും. അതിന് ഞാൻ ഒരിക്കലും തടസ്സം പറയില്ല. മതിയല്ലേ? ബാക്കിയുള്ളവരൊക്കെ ഭാര്യമാരുമായി പോകുമ്പോൾ ഞാൻ ഒറ്റയ്ക്ക് പോകണം അല്ലേ? ഞാൻ വന്നാൽ കൂടുതൽ വഷളാകുകയല്ലേ ഉള്ളൂ. അതല്ലേ ഇതുവരെയുള്ള അനുഭവം. അത് നീ മനഃപൂർവ്വം ചെയ്യുന്നതാണ്. അല്ല, എന്നെ വിശ്വസിക്കൂ. ഈ ജീവിതത്തോട് എനിക്ക് ഇഴകിച്ചേരാൻ കഴിയുന്നില്ല. ശ്രമിക്കണം. ശ്രമിക്കുന്നുണ്ട്, പക്ഷേ സാധിക്കുന്നില്ല. ശുദ്ധമാണ്, മനഃപൂർവ്വമാണ്. ബാക്കിയെല്ലാവരും മനുഷ്യരിൽ തറവാട്ടി പറഞ്ഞവരില്ല. അതെനിക്കറിയില്ല. അറിയാൻ വയ്യാഞ്ഞിട്ടല്ല, നിനക്കെന്നെ കൊച്ചാക്കണം, അൺപോപ്പുലർ ആക്കണം. എന്നിട്ട് എന്ത് നേടാൻ? അതാണ് എനിക്ക് മനസ്സിലാക്കാത്തത്. ഒരു സ്റ്റാറ്റിസ്റ്റിക് പ്രഷർ. ഭർത്താവിനെ അന്യന്റെ മുമ്പിൽ ശുംഭനാക്കുക. ഒന്ന് മതിയാക്കൂ. എനിക്ക് തീരെ വയ്യ. അപ്പോൾ നീ വരുന്നില്ല? വയ്യാഞ്ഞിട്ടാണ്. ശരി, എന്റെ കാര്യം എനിക്ക് നോക്കിയില്ലേ പിന്നെ. ഞാൻ ആരുടെയും ഔദാര്യത്തിലല്ല ഈ നില വരെ എത്തിയത്. ഐ ആം എ സെൽഫ് മെയ്ഡ് മാൻ. 18 അളവുകളും പയറ്റിയാണ് ഞാനിവിടെ എത്തിയത്. എന്നെ തോപ്പിക്കാമെന്ന് വിചാരിക്കണം. എന്നാര് പറഞ്ഞു? ആരെങ്കിലും പറയണം. ഭാര്യ ഭർത്താവിന് ഭാരമാകരുത്, സഹായമാകണം. അല്ലെങ്കിൽ ഈ ബന്ധം കൊണ്ട് എന്ത് കാര്യം? കണ്ടതിനെ കെട്ടിപ്പിടിച്ച് ഡാൻസ് ചെയ്തിട്ട് വേണോ ഭർത്താവിനെ സഹായിക്കാൻ? അതോ കണ്ണു പിടിച്ച് കൂട്ടാടിട്ടോ? യു കൺട്രി. എന്റെ നാശത്തിനാണ് നിന്റെ കഴുത്തിൽ ഞാൻ താഴെ കെട്ടിയത്. പക്ഷേ എന്നെ നശിപ്പിക്കാമെന്ന് നീ കരുതണ്ട.
ഞാൻ തീയിൽ കുത്തവനാണ്, വേലിൽ വാടുകയില്ല. ഓർമ്മിച്ചു. വേണ്ട വേണ്ട, നീ കിടന്നോ. ശരീരം ഇളക്കാതെ, തടി ക്ഷീണി. കുടിച്ചതേ ഉള്ളൂ, അതോ വല്ലതും കഴിച്ചോ? നിനക്കെന്താണ് അവിടെ അറിഞ്ഞിട്ട്? യു സെൽഫിഷ് കൺട്രി. എനിക്ക് വേണമെന്നുള്ളപ്പോ ഞാൻ കഴിക്കും, വേണ്ടാത്തപ്പോ ഞാൻ കഴിക്കില്ല. യു ആർ എ കേസ്. ഞാൻ കഴിഞ്ഞ ജന്മം ചെയ്ത പാപങ്ങളുടെ ശിക്ഷയാണ്. അത്രയ്ക്ക് ഞാൻ എന്ത് ചെയ്തു? ഐ ലോസ്റ്റ് ദി കോൺട്രാക്ട്. എനിക്ക് കിട്ടേണ്ട കോൺട്രാക്ട് ആയിരുന്നു. ആ സിംഗിന്റെ ഭാര്യയ്ക്ക് കഴിവുണ്ട്, ചുണയുണ്ട്, ഭർത്താവിനോട് സ്നേഹമുണ്ട്. അയാൾ ആ കോൺട്രാക്ട് തട്ടി പോയി 1.5 ലക്ഷം രൂപ. ഒരൊറ്റ പാർട്ടി കൊണ്ട് 1.5 ലക്ഷം രൂപ. നീ എന്തിനാ കെട്ടിച്ചമ്മൻ ഇറങ്ങി എന്റെ കൂടെ ഈ നാട്ടിലേക്ക്? അവിടെ ഞാൻ വരുന്നു തുളയരുതായിരുന്നു. Oh my God! Come on, sweetie. ഇന്നത്തെ പാർട്ടി പൊടി പൊടി. ഇന്ന് വന്നവരെല്ലാം എന്റെ കയ്യിലായി. എന്റെ ഭാര്യ എന്നൊരു സാധനമുള്ളൂ. യൂസ്ലെസ് കൺട്രി. അവർ മെഡിക്കൽ കോളേജിലായതുകൊണ്ട്. വാട്ട് മെഡിക്കൽ കോളേജ്? വാട്ട് യൂസ്? ചത്തതിനൊക്കുമേ ജീവിച്ചിരിക്കും. കേക്കട്ടെ, എനിക്ക് പുല്ലാണ്. സുഖമില്ലാത്തവർക്ക് ആശുപത്രി. വീടല്ല, അവളെ ഞാൻ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്യും. പിന്നീട് ഞാനും ജസ്റ്റ് എ മിനിറ്റ്. തമ്പുരാട്ടി ഉറങ്ങിയില്ലേ? നിന്റെ രോഗം എന്താണെന്ന് എനിക്കറിയാം. 1 ഡസൻ ഡോക്ടർമാർ നിന്നെ പരിശോധിച്ചു. അവർ പറയുന്നു നിനക്ക് രോഗമില്ല, തോന്നലാണ്. നീ പറയുന്നു നീ രോഗിയാണ്. ലോകത്ത് ഒരു അത്ഭുതം കൂടി. എന്റെ രോഗം ഡോക്ടർമാർക്ക് മനസ്സിലാവില്ല. അത് ഈ ജന്മം മാറിയില്ല. ഭാര്യയ്ക്ക് രോഗം വന്നാൽ പൈസ മുടക്കി ചികിത്സിക്കാത്തവനാണ് നിന്റെ ഭർത്താവെന്ന് നിന്റെ തന്തയും നാട്ടുകാരും പറയാൻ പാടില്ല. ഈ രാജ്യത്തെ ഏറ്റവും വലിയ ആശുപത്രിയിൽ നിന്നെ ഞാൻ ചികിത്സിപ്പിക്കും. ഓട്ടെ, മുജ്ജന്മ ഋണബാധ്യത. അതങ്ങനെ തീരട്ടെ. എന്തിനും ആശുപത്രിയിൽ കൊണ്ടുപോകണം? That is none of your business. മിസ്റ്റർ മേനോന്റെ ഭാര്യയ്ക്ക് അസുഖം വന്നപ്പോൾ നെഗ്ലക്ട് ചെയ്തു എന്ന് ആരും പറയാൻ പാടില്ല. Let's enjoy the night, yes. Come on. Come. അപ്പോൾ നീ പോകാൻ തന്നെ തീരുമാനിച്ചു? തീരുമാനിച്ചു. ഞാൻ പറഞ്ഞിട്ട് നീ പോകുകയാണെന്ന് വരരുത്. ഇല്ല, ഒരിക്കലും ഇല്ല. ഇവിടെ ഇനി ചികിത്സിക്കാൻ ഡോക്ടർമാരില്ല, പോകാൻ ആശുപത്രികളില്ല. എന്റെ ബാങ്ക് ബാലൻസ് കുറഞ്ഞു. അതെനിക്കറിയാം. വിഷമമുണ്ട്. ഞാൻ അങ്ങേക്ക് പറ്റിയ ഭാര്യയല്ല. ആകാൻ ശ്രമിച്ചു, സത്യമാണ്. പക്ഷേ ഞാൻ പരാജയപ്പെട്ടു. പറഞ്ഞതൊക്കെ വീണ്ടും ആവർത്തിക്കുകയാണോ? ഞാനിനി അധികം നാൾ ജീവിച്ചിരിക്കുമെന്ന് എനിക്ക് വിശ്വാസമില്ല. ജീവിക്കുന്നതും മരിക്കുന്നതും ആരുടെയും കയ്യിലൊന്നുമല്ല. പക്ഷേ എനിക്കൊരു തോന്നൽ അധിക നാളത്തേക്കില്ലെന്ന്. അതിനു മുമ്പ് നാടൊന്ന് കാണണം. ഈ നിലയിൽ മടങ്ങിപ്പോയി എന്നെ കുറ്റക്കാരനാക്കാൻ അല്ലേ? ഒരിക്കലും അവൻ എന്നോട് ഒരു തെറ്റും ചെയ്തിട്ടില്ല. അവനവന്റെ തെറ്റും ശരിയും അവനവന്റെ വിശ്വാസമാണ്. ഞാൻ ആരോടും എന്റെ അച്ഛനോട് പോലും അങ്ങയെക്കുറിച്ച് തെറ്റായിട്ടൊരു വാക്ക് പറയില്ല.
അപ്പോൾ പോയേ തീരും. പോയേ തീരൂ. മടങ്ങി വരില്ല. ഞാൻ അങ്ങേക്ക് ഒരിക്കലും ഒരു ഭാരമാവില്ല. അങ്ങനെ സ്വതന്ത്രനാണ്. അതുപോലെ എന്റെ സ്വാതന്ത്ര്യം ഞാൻ ആർക്കും തിരഞ്ഞെടുത്തിട്ടില്ല. എന്റെ സ്വാതന്ത്ര്യം അതും പോട്ടെ. ഞാൻ പോകുന്നതാണ് അങ്ങേക്ക് നല്ലത്. അങ്ങയുടെ സുഖത്തിനും വിജയത്തിനും വേണ്ടി ഞാൻ എന്നും പ്രാർത്ഥിക്കും. താങ്ക് യു. പോകുന്നതിന് മുമ്പ് ഒരു തെറ്റേറ്റ് പറയാനുണ്ട്. അത് പറയാതെ പോയാൽ ഒരു അപരാധമായി അവശേഷിക്കും. ഞാനൊരു പുരുഷനെ സ്നേഹിച്ചിരുന്നു. ഇപ്പോഴും സ്നേഹിക്കുന്നു.